സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങ് പാലക്കാട് പുരോഗമിക്കുകയാണ്. തത്സമയം നന്ദി. 2015 മികച്ച ചലച്ചിത്ര അവാർഡ് നിർണയത്തെക്കുറിച്ച് സംസാരിക്കാനായി ജൂറി ചെയർമാൻ ശ്രീ മോഹനെ ക്ഷണിക്കുന്നു. ശ്രീ ജൂറി ചെയർമാൻ ശ്രീ മോഹനൻ ഇപ്പോൾ റിപ്പോർട്ട് വായിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട സദസ്സരെ, വേദിയിലിരിക്കുന്ന ബഹുമാന വ്യക്തികളെ, ഈ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഈ റിപ്പോർട്ട് വായന എന്നുള്ളത്. നിങ്ങൾ ബഹളം വയ്ക്കാതിരുന്നാൽ നിങ്ങൾക്ക് കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ വായിച്ചു തീർക്കും. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 2015 79 സിനിമകളാണ് അവാർഡ് പരിഗണനയ്ക്കായി ജൂറിയുടെ മുന്നിലെത്തിയത്. ഇവയിൽ ഭൂരിപക്ഷം സിനിമകളും പ്രമേയപരമായി ദുർബലമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഇതിനെ പുതിയ സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് മറികടക്കാനാണ് ഏതാണ്ട് എല്ലാവരും ശ്രമിച്ചു കാണുന്നത്. എന്നാൽ പ്രമേയപരമായ സൗന്ദര്യവും സാങ്കേതികത്വവും ചേർന്ന് പോകുമ്പോൾ മാത്രമേ ഒരു സിനിമ പൂർണ്ണമാവുകയുള്ളൂ എന്ന വസ്തുത പലരും തിരിച്ചറിയുന്നില്ല. സിനിമാരംഗത്ത് പണാധിപത്യവും കാര്യസമ്പ്രദായവും പുതിയ പ്രമേയങ്ങൾ പരീക്ഷിക്കുന്നതിൽ നിന്ന് സിനിമാ പ്രവർത്തകരെ വളരെ വലിയ അളവ് വരെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ തന്നെ അതിൽ ഭീഷണപരമായും രാഷ്ട്രീയപരമായും പ്രതിരോധിക്കാൻ കാര്യമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് ഖേദകരമാണ്. ലോകത്തമാനം കലാസാംസ്കാരിക മേഖലകളിൽ വിശേഷിച്ച് സിനിമാരംഗത്ത് ബദൽ മാർഗങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം സജീവമാകുമ്പോൾ മലയാള സിനിമ അത് തിരിച്ചറിയാതെ പോവുകയും ഇപ്പോഴും പരമ്പരാഗത രീതികൾക്ക് വഴങ്ങി നിന്നുകൊണ്ട് സിനിമകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു എന്നത് ഒട്ടും ആശ്വാസകരമല്ല. വാണിജ്യ താല്പര്യങ്ങളെക്കാൾ ഉപരി ഒരു കലാരൂപമെന്ന നിലയിൽ സിനിമയുടെ സർവോത്മക വളർച്ചയെ മുൻനിർത്തിയുള്ള ആലോചനകൾ ഈ രംഗത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. ഇത്തരം പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഒരു സർക്കാർ നൽകുന്ന സിനിമാ അവാർഡുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്നാണ് ജൂറി കരുതുന്നത്. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നൽകുന്ന സർക്കാർ അവാർഡുകളിൽ സിനിമകളുടെ പ്രമേയത്തെയും സാങ്കേതിക വശങ്ങളെയും സാമൂഹ്യബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മൂല്യവിചാരം നടത്താൻ ജൂറിക്ക് ബാധ്യതയുണ്ട്. മലയാള സിനിമയെയും സമൂഹത്തെയും ഗുണപരമായി നവീകരിക്കുന്ന സിനിമകളെയും പ്രതിഭകളെയും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ജൂറി പ്രഥമവും പ്രധാനവുമായ പരിഗണനയായി കാണുന്നത്. ആ അർത്ഥത്തിൽ 2015 നിശ്ചയിച്ചിട്ടുള്ള അവാർഡുകൾ നീതീകരിക്കപ്പെടും എന്നു തന്നെയാണ് ജൂറിയുടെ വിശ്വാസം. നമ്മൾ ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുക. ചലച്ചിത്ര പുരസ്കാര ദാന ചടങ്ങാണ് കണ്ടത്. മറ്റു വാർത്തയിലേക്ക്. അഭിഭാഷകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി അഭിഭാഷകരുടെ സ്വകാര്യ സ്വത്തല്ലെന്നും ജുഡീഷ്യറിയുടെ അധികാരം അഭിഭാഷകർ എടുത്ത് അണിയേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിരുവിട്ടാൽ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. മറ്റ് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെങ്കിലേ പത്രസ്വാതന്ത്ര്യം ഉണ്ടാകുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അഭിഭാഷകരുടെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഭിഭാഷകർ കോടതികളുടെ അധികാരികളല്ല. ജുഡീഷ്യറിക്കുള്ള അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതിരുവിട്ടാൽ നിയമം പാലിക്കാൻ വേണ്ടത് സർക്കാർ ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അഭിഭാഷകർക്കുള്ള താക്കീതായി. കോടതി തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന ധാരണ അഭിഭാഷകർക്ക് ഉണ്ടാവാൻ പാടില്ല. കോടതിയിൽ ആര് കയറണം, ആര് കയറണ്ട എന്നൊക്കെ കൽപ്പിക്കാൻ അഭിഭാഷകൻ അധികാരിയല്ല. കോടതി ഈ രാജ്യത്തിൻ്റേതാണ് എന്ന് ഓർമ്മിക്കണം. ആഗോളവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമമേഖല കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. മറ്റു സ്വാതന്ത്ര്യങ്ങളില്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ലെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KV തോമസ് MP, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരദാന ചടങ്ങ് പുരോഗമിക്കുന്നു. തത്സമയം ഇതിലേക്ക്. ശില്പവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന്റെ പുരസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്നത്. പ്രത്യേക ജൂറി പരാമർശം, അഭിനയം, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, ലൂക്ക ചുട്ടി എന്നീ സിനിമകളിലെ കഥാപാത്രത്തിന്റെ
കാഴ്ചവെച്ച ജോസഫ് ജോർജ് എന്ന ജോജു ജോർജ്. ഇവരെല്ലാം പിന്നീട് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അടുത്തതായി അഭിനയത്തിനായി മോഹവലയം എന്ന ചിത്രത്തിന് വേണ്ടി പ്രത്യേക ജൂറി പരാമർശം ജോയ് മാത്യു. പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ പുരസ്കാരം. ശ്രീ ജോയ് മാത്യുവിനെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക ജൂറി പരാമർശം അഭിനയം. മോഹവലയം എന്ന ചിത്രത്തിൽ കലാകാരന്റെ സ്വത്വ പ്രതിസന്ധിയുടെ ഉൾനീറ്റൽ അനുഭവവേദ്യമാക്കുന്ന പ്രകടനം നടത്തിയ ജോയ് മാത്യു. Let's make it grand. Abdullah, Ibrahim, Muhammad, Al-Aradi. നിങ്ങളറിയാതെ നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യുന്നു. സോ വാട്ട് എന്നാ പറയണ്ട. എനിക്കൊരു അഭിനയത്തിൽ പരീക്ഷണങ്ങൾ കൊണ്ട് പുതിയ മുഖമുദ്ര തന്നെ സൃഷ്ടിച്ച ലുക്ക ചുപ്പി, സൂസു, സുധി വാൽമീകം എന്നീ ചിത്രങ്ങളിലെ പെർഫോമൻസിനായി നമ്മുടെ പ്രിയപ്പെട്ട ജയസൂര്യ. പ്രത്യേക ജൂറി അവാർഡ്. ലുക്ക ചുപ്പി, സൂസു, സുധി വാൽമീകം എന്നീ ചിത്രങ്ങളിലെ വൈവിധ്യപൂർണമായ പാത്രാവിഷ്കാര മികവിന് ജയസൂര്യയ്ക്ക്. നമ്മളിപ്പോ ആ ക്യാമ്പസിലെ പഴയ വിദ്യാർത്ഥികൾ ചെറിയ കല്യാണം പിടിച്ചു. ഇപ്പൊ മനസ്സിലായി. ഓർമ്മിച്ച പോലെ തന്നെ ജയസൂര്യ പിന്നീട് നമ്മളോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ അവാർഡ് ഏറ്റുവാങ്ങുന്നു. കുട്ടികളുടെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ഇനി സമ്മാനിക്കാൻ പോകുന്നത്. മലയേറ്റമാണ് ചിത്രം. സംവിധായകൻ തോമസ് ദേവസ്യ, നിർമ്മാതാവ് ശ്രീമതി അമ്പിളി തോമസ്. കുട്ടികളുടെ മികച്ച ചിത്രം. പ്രകൃതിയെ കീറിമുറിക്കുന്ന വികസന സങ്കല്പങ്ങളിൽ സ്വന്തം വിത്തും വേരും ചികയുന്ന ബാല്യത്തിന്റെ നേർക്കാഴ്ച വരച്ചു ചേർത്ത മലേറ്റം. സംവിധായകൻ തോമസ് ദേവസ്യ, നിർമ്മാതാവ് അമ്പിളി തോമസ്. ഈ കാണുന്ന മണ്ണും കുന്നും പുഴകളും നാളെ ഉള്ളവർക്ക് കൂടി ബാക്കിയാക്കണമെന്ന് പറയുമ്പോൾ ആരൊക്കെയോ നമ്മളെ കൊല്ലാൻ നിർമ്മാതാവിന് 3 ലക്ഷം രൂപയും സംവിധായകന് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഉപഹാരമാണ് നൽകുന്നത്. മികച്ച നവാഗത സംവിധായിക ശ്രീബാല കെ മേനൻ. ചിത്രം ലവ് 24/7. നവാഗത സംവിധായക ശ്രീബാല കെ മേനോൻ. ചിത്രം ലവ് 24/7. മാധ്യമ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന കച്ചവടവൽക്കരണം വ്യക്തിബന്ധങ്ങളെ പോലും ശിഥിലമാക്കുന്നതിന്റെ ശക്തമായ ആവിഷ്കാരമാണ് ലവ് 24/7. ഒരു റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ശരിയ പാഠം. എന്റെ ജനറേഷനിലെ സ്ത്രീകൾക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നൊരു കോൺസെപ്റ്റേ ഇല്ല. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. അടുത്തത് ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ്. എന്ന് നിന്റെ മൊയ്തി. സംവിധായകൻ RS വിമൽ. മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ്. എന്ന് നിന്റെ മൊയ്തി. മോഹിപ്പിക്കുന്ന തീവ്ര പ്രണയവും അനന്തമായ കാത്തിരിപ്പിന്റെ നിശ്ചയദാർഢ്യവും അനുവാചകനിലേക്ക് സൗന്ദര്യാത്മകമായി പ്രസരിപ്പിച്ച ചിത്രം. സംവിധായകൻ RS വിമൽ. നിർമ്മാതാക്കൾ ബിനോയ് ശങ്കരത്തിൽ, രാഗി തോമസ്, സുരേഷ് രാജ്. സംവിധായകനെയും നിർമ്മാതാക്കളെയും ഉപഹാരം ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേഗം വന്ന് ഉപഹാരം സ്വീകരിക്കണമെന്ന് പറയുന്നു. ഒപ്പം ഇത് കഴിഞ്ഞ് സംസാരിക്കാനുള്ള സമയം കുറച്ചു കഴിഞ്ഞുണ്ടാവുന്നതായിരിക്കും. സംവിധായകന് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും, ഒപ്പം നിർമ്മാതാക്കൾക്ക് 1 ലക്ഷം രൂപയുമാണ് പുരസ്കാരമായി കിട്ടുന്നത്. അടുത്ത അവാർഡിലേക്ക് കടക്കുന്നു. മികച്ച നൃത്ത സംവിധായകൻ ശ്രീജിത്ത്. ചിത്രം ജോ ആൻഡ് ദ ബോയ്. മികച്ച നൃത്ത സംവിധായകൻ ശ്രീജിത്ത്.
ജോ ആൻഡ് ദ ബോയ് എന്ന ചിത്രത്തിലെ നൃത്തരംഗങ്ങൾക്ക് ഭാവപൂർണ്ണത നൽകിയതിന്. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരമാണ് അടുത്തതായി നൽകാനുള്ളത്. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള സമ്മാനമാണ് നൽകുന്നത്. ഫീമെയിൽ ഏഞ്ചൽ ഷിജോയ് ഫോർ ദ മൂവി ഹരം. മികച്ച ഫീമെയിൽ ഡബിംഗ് ആർട്ടിസ്റ്റ് ഏഞ്ചൽ ഷിജോയ് ഹരം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ മനോനിലയെ ശബ്ദം കൊണ്ട് വ്യാഖ്യാനിച്ചത്. See all the messages I've got. He spoiled the entire party. അടുത്തത് മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് മെയിൽ ശരത് ദാസ്, ചിത്രം ഇടവപ്പാതി. ഇടവപ്പാതി എന്ന ചിത്രത്തിലെ ശബ്ദത്തിനായി ശരത് ദാസ്. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് മികച്ച മെയിൽ ഡബിംഗ് ആർട്ടിസ്റ്റ് ശരത് ദാസ്. ഇടവപ്പാതി എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥയ്ക്കും ഉപഗുപ്തനും സൗമ്യമായ ശബ്ദ നിയന്ത്രണത്തിലൂടെ മിഴിവും പുതുജീവനും നൽകിയത്. അടുത്തത് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരമാണ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ശ്രീ നിസാർ, ചിത്രം ജോ ആൻഡ് ദ ബോയ്. മികച്ച വസ്ത്രാലങ്കാരം ജോ ആൻഡ് ദ ബോയ് എന്ന ചിത്രത്തിൽ കഥാപാത്രങ്ങളുടെയും കഥാമുഹൂർത്തങ്ങളുടെയും പരിണതിക്ക് യോജിച്ച വേഷപ്പകർച്ച നൽകിയ നിസാർ. People always want to see something different that they haven't seen before. മികച്ച മേക്കപ്പ് മാനുള്ള അവാർഡാണ് അടുത്തത്. രാജേഷ് നെന്മാറ, ചിത്രം നിർണായകം. മികച്ച മേക്കപ്പ് മാൻ രാജേഷ് നെന്മാറ. നിർണായകം എന്ന ചിത്രത്തിൽ അഭിനേതാക്കളുടെ രൂപമാറ്റത്തിലൂടെ കഥാപാത്രങ്ങളിലേക്ക് പരിണമിപ്പിച്ച കരവിരുതി. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത, ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അയാളുടെ അടുത്തേക്ക് ഞാനിപ്പോൾ പോകുന്നത്. നമ്മൾ തമ്മിൽ ഒരു സീക്രറ്റ്സും ഇല്ല എന്നാണ് ഞാൻ ഇന്ന് വരെ കരുതിയിരുന്നത്. How could you do this? അടുത്ത പുരസ്കാരം മികച്ച പ്രോസസിംഗ് ലാബ് ഓർ കളറിസ്റ്റ് പ്രസാദ് ലാബ് മുംബൈ. പുരസ്കാരം ഏറ്റുവാങ്ങുന്നു കെ കിരൺ കുമാർ, മിസ്റ്റർ ജയദീപ്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ചിത്രം ചാർലി. കളറിസ്റ്റ് പ്രസാദ് ലാബ് മുംബൈ. ചാർലി എന്ന ചിത്രത്തിനു വേണ്ടി നിറങ്ങളുടെ ഭാവപൂർണവും അർത്ഥപൂർണവുമായ വിന്യാസങ്ങൾ സാങ്കേതിക തികവോടെ ചെയ്ത മികച്ച ശബ്ദ ഡിസൈനുള്ള അവാർഡാണ് അടുത്തത്. രംഗനാഥ് രവി, ചിത്രം എന്ന് നിന്റെ മൊയ്തി. മികച്ച ശബ്ദ ഡിസൈൻ. ശബ്ദ സമന്വയം എന്നത് ശബ്ദഘോഷങ്ങളുടെ കുത്തിനിറയ്ക്കലല്ലെന്ന് ഔചിത്യപൂർണമായ ശബ്ദത്തിന്റെ വിനിയോഗത്തിലൂടെ തെളിയിച്ച രംഗനാഥ് രവി. ചിത്രം എന്ന് നിന്റെ മൊയ്തി. 22 കുത്തുകുത്തിയെന്നാ കേട്ടത്. മികച്ച ശബ്ദ മിശ്രണത്തിലുള്ള അവാർഡാണ് അടുത്തത്. എം.ആർ. രാധാകൃഷ്ണൻ, ചിത്രം ചാർലി. മികച്ച ശബ്ദ മിശ്രണം. ചാർലി എന്ന ചിത്രത്തിൽ ഉന്നതമായ സാങ്കേതിക മികവോടെ ശബ്ദമിശ്രണം കൃത്യതയോടെ നിർവഹിച്ച എം.ആർ. രാജകൃഷ്ണൻ. മികച്ച സിംഗ് സൗണ്ട് സന്ദീപ് കുരുശ്ശേരി, ജിജിമോൻ ജോസഫ്. ചിത്രം ഒഴിവു ദിവസത്തെ കളി. മികച്ച സിംഗ് സൗണ്ട്. ഒഴിവു ദിവസത്തെ കളി എന്ന ചിത്രത്തിൽ കഥാപ്രതലത്തിന്റെയും കഥാപാത്രങ്ങളുടെയും ശബ്ദങ്ങളുടെ യഥാർത്ഥവും നിയന്ത്രണ വിധേയവുമായ വിന്യാസം തീർത്ത സന്ദീപ് കുറിശ്ശേരി, ജിജി മോൻ ജോസഫ്. മികച്ച കലാസംവിധായകർക്കുള്ള അവാർഡ്
ജയശ്രീ ലക്ഷ്മി നാരായണൻ. ചിത്രം ചാർലി. മികച്ച കലാസംവിധാനം. ഭാവപൂർണമായ ഒരു കഥാന്തരീക്ഷ നിർമ്മിതിയിലൂടെ ചാർലി എന്ന ചിത്രത്തെ ദീപ്തമാക്കിയ ജയശ്രീ ലക്ഷ്മി നാരായണൻ. മികച്ച ചിത്ര സംയോജകൻ മനോജ് CS. ചിത്രം ഇവിടെ. സംയോജകൻ. ഇവിടെ എന്ന ചിത്രത്തിന്റെ ഭാവത്തിന് ഊർജ്ജസ്വലതയും കൃത്യതയും നൽകുന്ന ചിത്ര സംയോജനം നിർവഹിച്ച മനോജ് CS. മൂന്നുകണ്ട് ജനിച്ച എല്ലാവർക്കും വിജയിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡാണ് അടുത്തത്. മധുശ്രീ നാരായണൻ. ഇടവപ്പാതി എന്ന ചിത്രത്തിലെ പശ്യതി ദിശി ദിശി എന്നുള്ള ഗാനത്തിന് മധുശ്രീ നാരായണനാണ് ഈ അവാർഡ്. മികച്ച പിന്നണി ഗായിക. പശ്യതി ദിശി ദിശി എന്ന ഗാനം കുറ്റമറ്റ രീതിയിൽ ഭാവസാന്ദ്രതയോടെ ആലപിച്ച മാധുശ്രീ നാരായണൻ. മികച്ച പിന്നണി ഗായകനുള്ള അവാർഡാണ് ഞാനൊരു മലയാളി, മലർവാകക്കൊമ്പത്തെ ശാരദാംബരം. ഈ ഗാനങ്ങൾക്കായി മികച്ച ഗായകനുള്ള അവാർഡ് ശ്രീ P. ജയചന്ദ്രൻ. മികച്ച പിന്നണി ഗായകൻ. ജിലേബി, എന്നും എപ്പോഴും, എന്നും നിന്റെ മൊയ്തീൻ എന്നീ ചിത്രങ്ങളിലെ ഗാനാലാപനം സുവർണകാലം ഓർമ്മിപ്പിക്കുന്ന ഭാവഗായക സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാക്കിയ P. ജയചന്ദ്രൻ. മികച്ച സംഗീത സംവിധായകൻ ബിജിമാൻ. ചിത്രങ്ങൾ പത്തേമാരി നീന. മികച്ച സംഗീത സംവിധായകൻ. പശ്ചാത്തല സംഗീതം. പത്തേമാരി, നീന എന്നീ ചിത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരത്തിന് മികവും ഔന്നത്യവും ഒരുക്കുന്ന ഔചിത്യപൂർണമായ പശ്ചാത്തല സംഗീതം നിർവഹിച്ച ബിജിമാൻ. മികച്ച സംഗീത സംവിധായകൻ ശ്രീ രമേശ് നാരായൺ. ഗാനങ്ങൾ പശ്യതി ദിശി ദിശി, ശാരദാംബരം, ചാരുചന്ദ്രിക. ചിത്രങ്ങൾ ഇടവപ്പാതി, എന്ന് നിന്റെ മൊയ്തി. മികച്ച സംഗീത സംവിധായകൻ. ഇടവപ്പാതി, എന്ന് നിന്റെ മൊയ്തീൻ എന്നീ ചിത്രങ്ങളിലെ പശ്യതി ദിശി ദിശി, ശാരദാംബരം, ചാരുചന്ദ്രിക എന്നീ ഗാനങ്ങളിലൂടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സംഗീതത്തിന്റെ ആത്മാവ് തിരിച്ചുപിടിക്കാൻ യത്നിച്ച രമേശ് നാരായണൻ. മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡാണ് അടുത്തത് ശ്രീ റഫീഖ് അഹമ്മദ്. കാത്തിരുന്നു കാത്തിരുന്നു പുഴമെലിഞ്ഞു എന്നുള്ള ഗാനം ഏതൊരു മൊയ്തീനിൽ നിന്ന്. മികച്ച ഗാനരചയിതാവ്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ കാത്തിരുന്നു കാത്തിരുന്നു പുഴമെലിഞ്ഞു എന്ന ഗാനത്തിലൂടെ ഭാഷയുടെ തെളിമയാർന്ന കാവ്യ സൗന്ദര്യം പദങ്ങളിൽ കാത്തു സൂക്ഷിച്ച റഫീഖ് അഹമ്മദ്. അടുത്തത് മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരമാണ് ശ്രീ ഹരികുമാർ. ചിത്രം കാറ്റും മഴയും. അഡാപ്റ്റേഷൻ മുഹമ്മദ് റാസി. ചിത്രം വെളുത്ത രാത്രികൾ.
ആവിഷ്കാര മികവോടെ ചാർലി എന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കിയ ഉണ്ണി ആർ മാർട്ടിൻ പ്രക്കാട്ട്. മികച്ച ഛായാഗ്രാഹകൻ ജോമോൻ ടി ജോൺ, ചിത്രങ്ങൾ ചാർലി, എന്ന് നിന്റെ മൊയ്തി. മികച്ച ഛായാഗ്രാഹകൻ വ്യത്യസ്ത പ്രമേയങ്ങളെ മിഴിവിറ്റതാക്കി തീർത്ത ചാർലി, എന്ന് നിന്റെ മൊയ്തീൻ, നീന എന്നീ ചിത്രങ്ങളിലൂടെ ഛായാഗ്രഹണ മികവ് പ്രദർശിപ്പിച്ച ജോമോൻ ടി ജോൺ. മികച്ച ബാലതാരം ജാനകി മേനൻ, ചിത്രം മാൽഗുഡി ഡേയ്സ്. മികച്ച ബാലനടി മാൽഗുഡി ഡേയ്സ് എന്ന ചിത്രത്തിലെ നിഷ്കളങ്ക ബാല്യത്തെ കുട്ടിത്തത്തിന്റെ കൗതുകത്തോടെയും ഒറ്റപ്പെടലിന്റെ വിഹ്വലതയോടെയും അവതരിപ്പിച്ച ജാനകി മേനോൻ. അടുത്തത് മികച്ച ബാലതാരം മെയിൽ, ഗൗരവ് ജി മേനോൻ, ചിത്രം ബെൻ. മികച്ച ബാലനടൻ അശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന്റെയും ചികിത്സാ സമ്പ്രദായങ്ങളുടെയും ഇരയായി മാറുന്ന ബാല്യത്തെ മികവാർന്ന അഭിനയത്തിലൂടെ കാഴ്ചവെച്ച ഗൗരവ് ജി മേനോൻ, ചിത്രം ബെൻ. മികച്ച സ്വഭാവ നടി ബെൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനായി അഞ്ജലി പി.വി. അഥവാ അഞ്ജലി ഉപാസന. മികച്ച സ്വഭാവ നടി ബെൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അഞ്ജലി പി.വി. മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡിന് അർഹയായി. ഭാവി ജീവിതം വാർത്തെടുക്കാനുള്ള ശ്രമത്തിൽ ഇരയായി മാറുന്ന ഒരമ്മയുടെ ദൈന്യത മികച്ച സ്വഭാവ നടൻ ശ്രീ പ്രേം പ്രകാശ്, ചിത്രം നിർണായകൻ. മികച്ച സ്വഭാവ നടൻ ഇരുത്തം എന്ന അഭിനയ ശൈലിയിലൂടെ കഥാപാത്രത്തിന്റെ അന്തഃസംഘർഷങ്ങളെ വ്യാഖ്യാനിച്ച പ്രേം പ്രകാശിന്, ചിത്രം നിർണായകൻ. അടക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു കാർ എന്ത് മാജിക് കാണിച്ച് അയാൾ കടത്തിവിടുമെന്നാണ് താങ്കൾ വിചാരിച്ചത്? 22-ാം തീയതി അടുത്ത അടുത്തത് മികച്ച നടി ഷാർലി, എന്ന് നിന്റെ മൊയ്തീൻ. ഈ രണ്ട് ചിത്രങ്ങൾക്കായി പാർവതി. മികച്ച നടി ചാർലി, എന്ന് നിന്റെ മൊയ്തീൻ എന്നീ സിനിമകളിലെ പ്രണയിനിയായ നായികമാരെ അവതരിപ്പിച്ച പാർവതി. പ്രണയത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങളെ തന്മയത്വത്തോടെ അനുശീലിക്കുകയായിരുന്നു പാർവതി. അടുത്തത് മികച്ച നടൻ ചിത്രം ഷാർലി. നടൻ ദുൽഖർ സൽമാൻ. മികച്ച നടൻ ദുൽഖർ സൽമാൻ. പുതിയ ഒരു താരമുഖം ചാർലി എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പ്രകാശം നിറഞ്ഞ യൗവനത്തെ അനായാസമായി ആവാഹിച്ച് പ്രേക്ഷകരിലേക്ക്
ചിത്രം ഷാർലെ, സംവിധാനം മാർട്ടിൻ പ്രക്കാട്ട്. മികച്ച സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ട്. ചാർലി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ സാങ്കേതികവും സർഗാത്മകവുമായ നവീകരണത്തിന് ശ്രമിച്ചതിന്റെ സംവിധായക